അടുക്കളയിലേക്ക് വന്നിരുന്നു, വളഞ്ഞു കിടക്കണായിരുന്നു. ഇതിപ്പോ നേരിട്ട് ഇവിടെ ഇതിനുള്ളിൽ വെച്ച് അടച്ചു കഴിഞ്ഞാൽ ആ ഒരു വൃത്തി, ഒരു പാറ്റയുടെ ശല്യം. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഡൈനിങ് ഹാള് ഈ ഒരു രീതിയിലാണ്. അടുക്കളയ്ക്ക് ഇങ്ങോട്ട് ഡോർ ഉണ്ടായിരുന്നില്ല. ഞാനേ നമ്മുടെ മൂർഖന്റെ ഉറ കണ്ടത് കൂടിയാട്ടാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ, വായോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ നമ്മുടെ അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ നടന്നിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് തന്നെ എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, അടുക്കളയിലത്തെ പണി കഴിയുമ്പോൾ കാണിച്ചോളാം എന്നാണ്. അപ്പൊ അതാ ഇത്രയും മാറ്റങ്ങളാണ് നമ്മൾ വരുത്തിയിട്ടുള്ളത് കേട്ടാ. അപ്പൊ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത് ഫുള്ള് ആദ്യം മരമായിരുന്നു. ഇപ്പൊ നമ്മൾ മാറ്റം വരുത്തി എന്ന് പറയുന്നത്, ഇത് ഡബിൾ പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇത് പണിതിട്ടുള്ളത്. അപ്പൊ ഡബിൾ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ചുകൂടി കൂടിയത് ട്രിപ്പിൾ പീസ് എന്ന് പറയും. അപ്പൊ അതിൽ നമുക്ക് എന്താ പറയാ, വെള്ളാവാം, അതേപോലെ ചെതല് വരില്ല, അങ്ങനെയുള്ള പിന്നെ പോളിഷ് പണി ഇല്ല. ഈ ഒരു പണി ഇപ്പൊ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതുപടിക്ക് തിരിഞ്ഞേ നോക്കണ്ട. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പണി നടത്തിയത് കേട്ടാ. അപ്പൊ ഇവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയുന്നത്, ഇവിടെ ഗ്ലാസ് ആയിരുന്നു, ഇപ്പൊ നമ്മളിതാ ഫുൾ ഡോർ പോലെ ഇങ്ങനെ വെച്ച് ഈ ഒരു രീതിയിലാണ് ഇപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇപ്പുറത്തെ ആയാലും അങ്ങനെ തന്നെ ഇങ്ങനെ. പിന്നെ ചെയ്തിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഈ അടിയിലായാലും ഇതേപോലെ തന്നെയായിരുന്നു, വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല കേട്ടാ. ഈ ഒരു സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മുന്നായാലും. പിന്നെ ഇവിടെയും ഇതൊക്കെ ചെറിയ മാറ്റങ്ങൾ തന്നെയാണ്, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാ കുറച്ചും കൂടി എന്താ പറയാ, തട്ടൊക്കെ ഇട്ടിട്ട് സൗകര്യം കൂട്ടി, മറ്റു തട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നില്ല കേട്ടോ, നമുക്ക് മുൻ അടുക്കളയില് ഈ ഷെൽഫ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് നമ്മുടെ ഫിൽറ്റർ ഇതിന്റെ ഉള്ളിലേക്ക് പോകേണ്ട രീതിയിലാണ് ചെയ്ത് നോക്കുന്നത്. നമുക്കിത് കഴുകണമെങ്കിൽ ഈ ഒരു തട്ട് മുകളിലേക്ക് ഊരിയെടുക്കാം, എന്നിട്ട് അങ്ങനെ ഊരിയിട്ട് കഴുകുകയും ചെയ്യാം കേട്ടാ. പിന്നെ ഇവിടെ ആയാലും ഇതാ 2 തട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ഇതുപോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പഴത്തെ ഈ അടിയിലൊക്കെ ഇതേപോലെ തന്നെ ആവുന്നതും കൂടുതൽ നമ്മള് ഷെൽഫിനാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തു നോക്കണേ. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ട്. പിന്നെ ഇതാ നമുക്ക് കത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ പ്ലേറ്റുകളൊക്കെ ഇതേപോലെ ഒക്കെ ഒതുക്കി വെക്കാം. പിന്നെ ഇതൊക്കെ എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം എന്താണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ നമുക്ക് ഉപ്പും മുളക് നമ്മൾ കിച്ചണിൽ പണിയുമ്പോൾ തന്നെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ചെയ്യാവുന്ന സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഷെൽഫിന് കൂടുതൽ വേണം നിർബന്ധം. എന്ന് വെച്ചാൽ അവരോട് എടുത്തു പറഞ്ഞൊരു കാര്യം ഇത് മാത്രമാണ്, എനിക്ക് ഇങ്ങനെ ഷെൽഫ് വേണം. പിന്നെ അതേപോലെ തന്നെ ഇതാ അതേപോലെ തന്നെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മള് എന്താ പറയാ, ഇപ്പൊ ആവശ്യമുള്ള സാധനങ്ങൾ പതുക്കെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ മുകളിൽ പണിയുമ്പോഴേ എല്ലാതും ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി ഇപ്പൊ ആവശ്യമുള്ളവരെ മാത്രം വരുമ്പോ എടുക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഇതേപോലെ തന്നെയാണ് ഈ ഫുൾ ഷെൽഫുകള്. അതേപോലെ ഇപ്പൊ ഇതിന് മുകളിൽ നോക്കായാലും ഇതാ വെറുതെ എങ്ങനെയാ. കാരണം നമുക്ക് ഇവിടെ വേറെ പ്രത്യേകിച്ച് മോഡലൊന്നും വരുത്താൻ പറ്റില്ല. കാരണം നമ്മുടെ ഇത് വാർത്തിട്ട് നമ്മള് അടുക്കള പണിയുന്ന സമയത്ത് തന്നെ വാർത്തിട്ടാണ് ചെയ്ത് നോക്കുന്നത്. പ്രത്യേകിച്ച് മോഡലൊന്നുമില്ല. ഉണ്ടായിരുന്ന മരത്തിന്റെ ഡോറ് മാറ്റി ഇത് ചെയ്തു മാത്രമേ ഉള്ളൂ കേട്ടോ വ്യത്യാസം. പിന്നെ ഫ്രിഡ്ജ് ഇടാനാണ് ഈ ഒരു ഭാഗം. നമ്മള് വീട് പണിയുടെ ഭാഗമായി ഇപ്പൊ ഫ്രിഡ്ജ് തന്നെ എടുത്തിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ട് ഈ പുതിയ ഫ്രിഡ്ജ് നമുക്ക് മേടിക്കണം. അപ്പൊ അങ്ങനെ മുകളിലായാലും ഫുൾ ഡോറ് ഫിറ്റ് ചെയ്ത് വെക്കാൻ കേട്ടാ. പിന്നെ ഒരു ഏറ്റവും വലിയ മാറ്റം വരുത്തിയത് ഇതാണ്. നമ്മുടെ ഈ ഗ്യാസ് അടുപ്പ് സാധാരണ ഗ്യാസ് അടുപ്പ് മുകളിൽ വെക്കുന്ന ടൈപ്പായിരുന്നു. ഇതിപ്പോ ഇവിടെ ഗ്രാനൈറ്റ് കട്ട് ചെയ്തിട്ട് താഴേക്ക് ഇറക്കി വെക്കുന്ന രീതിയിലുള്ളൊരു ഗ്യാസ് അടുപ്പാക്കി. പിന്നെ നമ്മുടെ ഈ ടാപ്പ് പൈപ്പ് എനിക്ക് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ടായിരുന്നു, ഇതിലിങ്ങനെ തിരിക്കാം കണ്ട. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എന്താ പറയാ, ഇതിനുള്ളൊക്കെ വാഷ് ചെയ്യാനൊക്കെ എളുപ്പമാണ് കഴുകാൻ. അപ്പൊ ഞാൻ ഈ പൈപ്പ് മേടിക്കാൻ പോയപ്പോഴേ തന്നെ അവർ പറഞ്ഞു കേട്ടാ, ഇതിനത്ര ഈടൊന്നുമില്ല,
മേടിക്കണ്ട എന്നുള്ളത്. പക്ഷെ എനിക്കൊരു ഇഷ്ടം കൊണ്ട് മേടിച്ചിട്ടുള്ളതാണ് കേട്ടത്. പിന്നെ നമ്മുടെ ഈ സിങ്ക് മേടിച്ചപ്പോ ഇങ്ങനൊരു സംഭവം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറികളൊക്കെ കഴുകി സുഖമായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ വാരാൻ വെക്കാം. അങ്ങനെയുള്ള കുറച്ച് സൗകര്യങ്ങൾ നോക്കി. പിന്നെ ഞാൻ പറഞ്ഞത് ഇതെന്നിട്ടാന്നറിയോ, നമുക്കറിയാം നമുക്ക് എപ്പോഴും തുടയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പൊ തന്നെ പൈപ്പിലൊക്കെ കഴുകി തുണി ഇങ്ങനെ വിരിച്ചിടാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കമ്പിയുടെ ഒരു ഇതിങ്ങനെ പിടിപ്പിച്ചു. ഇതാണ് നമ്മുടെ മെയിൻ അടുക്കള. ഇനി നമ്മുടെ വർക്ക് ഏരിയ. അപ്പോ ഈ അടുക്കളയ്ക്ക് ഇങ്ങോട്ട് ഡോർ ഉണ്ടായിരുന്നില്ല. അപ്പൊ വർക്ക് ഏരിയയിലത്തെ മെയിൻ പണി വന്നപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് അങ്ങോട്ട് ഡോർ വേണം കിടക്കാനായിട്ട്. കാരണം എന്താണെന്നറിയോ, മറ്റേത് നമുക്ക് അപ്പുറത്തോടെ ഡൈനിങ് ഹാളിൽ കൂടെ കടന്നിട്ടാണ് ഇങ്ങോട്ട് വർക്ക് ഏരിയയിലേക്ക് വന്നിരുന്നത്. വളഞ്ഞു കിടക്കണായിരുന്നു. ഇതിപ്പോ നേരിട്ട് ഇവിടെ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പൊ ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പുകയില്ലാത്ത അടുപ്പിലേക്ക് കത്തിക്കാനാണ്. വിറക് നമുക്ക് ഉണ്ടല്ലോ, അപ്പൊ വിറകടുപ്പ് ഉപയോഗിച്ച് കത്തിക്കാന്നുള്ള രീതിയാണ് എനിക്കിഷ്ടം. അപ്പൊ അമ്മയുള്ള ടൈമിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്കിവിടെ വിറകടുപ്പ് കത്തിക്കുമ്പോ സുഖമായിരുന്നു. അമ്മ തീ കത്തിക്കും, അരി ഇടും, അരി വേകുമ്പോ ചോറ് ഊറ്റി വയ്ക്കും. അപ്പൊ എനിക്ക് ശ്രദ്ധിക്കേണ്ടേ വന്നിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ ഞാൻ തീ കത്തിച്ച് ഇങ്ങടെ ആയിരുന്നു വഴി, മുന്നത്തെ വഴി ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അപ്പുറത്തോടെ കടന്നിട്ട് നമ്മുടെ അടുക്കളയിലേക്ക് കിടക്കണ വഴി അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് എങ്ങനെയാണെങ്കിൽ ഇവിടെ തീ കത്തിച്ച് അവിടെ പോയി അടുക്കളയിൽ നിന്ന് കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇവിടുത്തെ തീ മുഴുവൻ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനൊരു സ്ഥലം കൂടി എടുത്തു. ഈ വിറകടുപ്പ് കുഴപ്പമില്ല കേട്ടാ, നന്നായിട്ട് കത്തണുണ്ട്, കുഴപ്പമില്ല. പിന്നെ നമ്മളൊരു ഫാൻ ഫിറ്റ് ചെയ്തു. കാരണം ഇവിടുത്തെ പുകയൊക്കെ അങ്ങോട്ട് വലിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെങ്കിൽ നമുക്ക് എന്തായാലും അടുപ്പിൽ തീ കത്തിക്കുന്ന ടൈമിൽ ഒരു പുക വരുമല്ലോ. അപ്പൊ തന്നെ അത് വലിച്ചു പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല സുഖമുണ്ട് കത്തിക്കാൻ നോക്കിയിട്ടാ. അപ്പൊ ഇത്രയും മാറ്റാണ്. പിന്നെ ഈ ഒരു ഷെൽഫ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഷെൽഫ് എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം നമ്മള് പാത്രങ്ങളൊക്കെ മോറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ വെച്ച് അടച്ചു കഴിഞ്ഞാൽ ആ ഒരു വൃത്തി, ഒരു പാറ്റയുടെ ശല്യോ അതല്ലെങ്കിൽ വേറെ പൊടിയുടെ ശല്യം ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഭാഗം നമ്മൾ പറഞ്ഞ അതേപോലെ ഒന്ന് ചെയ്യിപ്പിച്ചു. അത് നല്ല സൗകര്യമായിട്ട് തോന്നിയിട്ട് എനിക്കിത്. ഇവിടെ ആയാലും നമ്മുടെ അവിടെ ചെയ്ത പോലെ ഇതേപോലെ ഒരു കമ്പി ഇങ്ങനെ പിടിപ്പിച്ചു. എന്താ പറയാ, തുറച്ചിട്ട് തുണിയൊക്കെ ഇടാന്നുള്ള രീതിയിൽ. പിന്നെ അടിയിലായാലും നോക്കിയേ അത്യാവശ്യം സൗകര്യത്തിൽ തന്നെ ഒരു ഷെൽഫ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇതൊക്കെ ഇവിടെ ഒരു വേസ്റ്റ്, നമുക്ക് അത്യാവശ്യം വേസ്റ്റ് ഒക്കെ ഇടാനായിട്ട് ഒരു പാത്രം വെക്കാവുന്ന രീതിയിൽ അങ്ങനെ ഒരു ഭാഗം. പിന്നെ നമുക്ക് ചട്ടികളൊക്കെ കുറച്ച് കൂടുതലാണല്ലോ. അപ്പൊ ഈ ഒരു അടുപ്പിന്റെ അടിവശം തന്നെ ആയിട്ടിതാ നമുക്ക് ചട്ടികളൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു ഷെൽഫ് ഇവിടെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിറകൊക്കെ കൊണ്ടുവന്നതിൽ ഇടാം. അങ്ങനെ ഒരു ഇതുകൂടിയാണ് ഇവിടെ ചെയ്ത് നോക്കണേട്ടാ. പിന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് അടുക്കള, ഞാൻ പറഞ്ഞു അടുക്കളയില് നമ്മുടെ ഡോറുകളൊക്കെ മരത്തിന്റെ ഡോറുകളായിരുന്നു. നല്ല ഡോറുകളായിരുന്നു, ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഡോറുകളൊക്കെ അതുപോലെ നമുക്കിവിടെ വർക്ക് ഏരിയ ഫുള്ള് ഗ്രില്ലായിരുന്നു. അപ്പൊ ആ ഗ്രില്ല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ അനിയനായിട്ട് കൊടുത്തു വിട്ടു. അവനവിടെ ഉപകാരമുണ്ട് അതുകൊണ്ടൊക്കെ അങ്ങനെ. പിന്നെ ഇപ്പൊ ഇവിടെ ആർക്കൊന്നും വലിയ ആവശ്യമില്ല. പിന്നെ എന്നിട്ട് അറിയോ, ലാസ്റ്റ് ഒരു ഡോർ, അതായത് നമ്മുടെ ബാത്റൂമിന്റെ ഒരു ഡോർ ഇരുന്നിരുന്നു. അത് പിന്നെ ഇവിടെ കുഞ്ഞാട്ടം വന്ന് കോഴിക്കോട് ഒരു ഡോർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കുഞ്ഞാട്ടം കൊണ്ട്. അങ്ങനെ ഒറ്റ സാധനം നമുക്ക് അങ്ങനെ വീട് പണിയുടെ ആവശ്യമായിട്ട് ഒന്നും അനാവശ്യമായിട്ട് ഒന്നും കളയുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടാ. അപ്പൊ ഇതാണ് എൻ്റെ അടുക്കള. പിന്നെ വേറൊരു കാര്യം എന്ന് പറയണത് ഈ ഒരു ഭാഗട്ടാ, നമ്മുടെ ഈ വർക്കരയുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഡൈനിങ് ഹാള് അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു മാറ്റാണ് ചെയ്ത് നോക്കുന്നത്. ഇതൊരു ഫിഷ് ടാങ്കിന് വേണ്ടിയിട്ടുള്ളൊരു ചെയ്തിട്ടില്ല, ഇതിലൊക്കെ വെള്ളം നിറച്ചിടണം. അങ്ങനെ ചെറിയൊരു ഷെൽഫ് പോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ തുറന്ന നമ്മുടെ പുറത്തേക്കുള്ള ഡോർ. അയ്യോ, നമ്മുടെ വീട്ടിനാവേലി പഴുത്തിട്ടുണ്ടായിരുന്നു. കവറൊക്കെ നിർത്തിയതാ. ഞാൻ അവിടുന്ന് വരുമ്പോ എന്റെ മുന്നിലാണ് അത് വീണത് കണ്ടത്. നോക്കിയേ അപ്പൊ തന്നെ കണ്ടാ വീണു, കണ്ട തണ്ട് ഇപ്പൊ തന്നെ ഇട്ടേ. ഞാൻ അവിടെ നിന്ന് വരുമ്പോ ശരിക്കും വെച്ചിട്ടേ ഇങ്ങനെ നിർത്തി വെക്കായിരുന്നു നമ്മള്, ഒന്നും കൊത്താണ്ടിരിക്കാൻ വേണ്ടിട്ട്. ചെറിയ മണം വന്നു തുടങ്ങിയപ്പോ നമുക്ക് മനസ്സിലായത് ഇത് പഴുത്തിട്ട് തുടങ്ങിയെന്ന്. അപ്പൊ കവറിട്ട് നിർത്തി. നന്നായി പഴുത്തിട്ടാകുമ്പോ നല്ലതാണല്ലോ വെച്ചിട്ട്. അയ്യോ സാരില്ല, എന്തേലും അയക്കട്ടെ. അധികം വലിപ്പില്ല കേട്ടാ.
ഇനി ഇതൊന്നും അധികം വലുതാവില്ല തോന്നുന്നുണ്ട്. ഇത് രണ്ടും അല്ലേ അധികം വലുതാവില്ല തോന്നുന്നുണ്ട്. പക്ഷെ ഇതുമ്പോ നല്ല വലുത് നമ്മൾ മുന്നിട്ടിട്ട് കാട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നോക്കി മുകളിൽ നിൽക്കുന്നത് നല്ല വലുപ്പാ. അപ്പൊ ഞാൻ ആദ്യം ഇതൊന്ന് ഊരി കാട്ടി തരാം. നമ്മുടെ കവർ ഇട്ടത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുക കണ്ട. അപ്പൊ നന്നായിട്ട് പഴുത്തിട്ട് പൊട്ടിക്ക. ഇന്നലെ വരെ മണം കിട്ടിയത് നമുക്ക് കവറിട്ട് പോയി. പക്ഷെ വീണു കാര്യമില്ല. അപ്പൊ വേണ്ട നല്ല വലുതും ഉണ്ടാവും കേട്ടാ. എനിക്ക് ഇതൊക്കെ വേണ്ട നല്ല വലുപ്പുണ്ട്. അങ്ങനെ വലുതും ചെറുതും പല ടൈപ്പിലും ഉണ്ടാവലുണ്ട്. ഓ എന്തിനു വേണമെന്നറിയോ? കാരണം ഇന്നലെ നമുക്ക് മണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്കറിയായിരുന്നു കിളികളൊക്കെ പെട്ടെന്ന് വരുന്നത്. അതാണ് കവറിട്ട് പോയി. പക്ഷെ നമ്മുടെ മുന്നിലോ ഇങ്ങനെ അവിടെ എത്തിയപ്പോഴേതൊരു ഇതും വെച്ചിട്ട് വീണു. സാരില്ല. നമ്മുടെ കൺമണി കുട്ടീനെ വിളിച്ചിട്ടുണ്ട് ചക്കതിനാ വരണമെന്ന് പറഞ്ഞിട്ട്. ആളെത്തിപ്പോ. ചാർലി അല്ല പേളി. ഇന്ന് ചാർലിയെ കണ്ടിട്ടില്ലേ? പേളി ഇവിടെ കിടന്ന് നടക്കണ്ടെന്ന്. അപ്പൊ നമുക്ക് പോവാം വയോട്ടാ. അതിന് മുന്നേ ഒരു കാര്യം കൂടിയതേ. നമ്മുടെ ഇപ്പുറത്തുള്ള പ്ലാമത്തെ ചക്ക നോക്കിയേ. ഈ പ്ലാവിന്റെ ചക്കയ്ക്ക് തണ്ട് നീളം കൂടുതലുണ്ടാ? ഇല്ല അല്ലേ? ഈ ഒരാൾക്ക് നല്ല നീളം കണ്ടോ? എന്തൊരു നീളാ. എന്നാ ഇവർക്കൊന്നും അത്ര നീളമില്ല. ഇതെനിക്ക് തോന്നുന്നു അധികം വലുതാവില്ലെന്ന് തോന്നുന്നു. ഒരു ഉണ്ട ഷേപ്പായിട്ട് കാണണേ. ഇത് ആദ്യമായിട്ട് ഉണ്ടാവണതാട്ടാ. ചാർലി നോക്കില്ല, പേളി നോക്കി നടന്നോളോ. അതെ നമ്മുടെ വീട്ടില് ഒരു കുമ്പളങ്ങ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. കാട്ടിട്ടാ നോക്കിയേ. കണ്ടോ കുമ്പളങ്ങയുടെ വലുപ്പം നോക്കിയേ. ഭയങ്കര നീള. നമ്മളെ ഈ ഒരു തെങ്ങിന്റെ പട്ടയമ്മയ്ക്കായിരുന്നു കയറി പോയിട്ടുണ്ടായിരുന്നതേ. അപ്പൊ ഇത് പൊക്കാൻ പറ്റില്ല. അതാണ് ഈ പട്ട അങ്ങനെ മുകളിൽ നിൽക്കണേട്ടാ. നീളം നല്ല നീളമുണ്ട്. എന്റെ കൈയുടെ എത്ര നീളമുണ്ട്. നല്ല വലുപ്പമുള്ളത്. അമ്മ വന്ന സമയത്ത് ഞാൻ കാട്ടിനായിരുന്നു. ഓരോ ദിവസം നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വലുതാവണമെന്ന് പറഞ്ഞില്ലേ. ആ കുമ്പളങ്ങ കേട്ടത് വേഗം വലുതാവുക. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് ഷായട്ടിനെ വിളിച്ച് ചക്ക വെട്ടാം. ചാർലി അല്ല പേളിക്കുട്ടന് വേണാ ചക്ക? പേളിക്ക് ഇഷ്ടണ്ടാ ചക്ക? അയ്യോ നിങ്ങൾക്ക് പുല്ലെടുക്കാൻ മറന്നു. ഞാൻ ഇപ്പൊ കൊണ്ടുവരുന്നുണ്ട് ട്ടാ. അച്ചടാ ചക്കര കുട്ടിയോട് വന്നിരിക്കണ്ടല്ലോ. കണ്ട നമ്മുടെ കൺമണി കുട്ടിയോട് ഞാൻ ചക്കയുടെ പൂമ്പളെ വിളിച്ചു പറഞ്ഞിട്ട് പോയി. അതെ കൺമണി കുട്ടിയോട് വന്നിരിക്കണ്ട്. പിന്നെ അത് മാത്രല്ല കൺമണി കുട്ടി അതിരിക്കുന്നു ചിരിച്ച ക്യാമറയ്ക്ക്. കണ്ട കൺമണി കുട്ടിയുടെ 2 പല്ല് പോയിട്ടാ. ഇതേ വെട്ടിയത്തേക്ക് എടുത്തിട്ട് പറ്റേട്ടാ. ഇവിടെ തന്നെ ഇരിക്കാം. പറ. പിന്നെ ശിവപ്രിയ. നമ്മുടെ ക്രിസ്മസ് ഒക്കെ എല്ലാം വരുന്നേ. അപ്പൊ സ്കൂളില് ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കൺമണി കുട്ടിയാണ് അവിടെ മാതാവൊക്കെ ആയിട്ട് ഇരുന്നത്. ഒരാളും കൂടി ഉണ്ടായിരുന്നു. 2 പേരും അങ്ങനെ ഇരുന്നു കേട്ടാ. ചക്ക വെട്ടോ നമുക്ക്. കത്തി വേണമെന്നില്ലേ? കത്തി മതി നമുക്ക് കിട്ടാ. കുഞ്ഞു ചക്കല്ലേ. കളർ തന്നെ കണ്ട നോക്കിയേ. കൺമണി കുട്ടി കണ്ട നല്ല ഓറഞ്ച് കളറല്ലേ നമ്മുടെ ചക്കയുടെ. അതേപോലെ തന്നെയായിട്ടാ കഴിക്കാനായാലും. മഞ്ഞ വരണ്ടത്. പക്ഷെ നമ്മുടെ വിയറ്റ്നാമില് നല്ല ഓറഞ്ച് കളറാ. കണ്ടേ കാണുമ്പോ കൺമണി കുട്ടി ചോദിക്കത് മഞ്ഞല്ലേ വരണ്ടേന്നേ. പക്ഷെ നമുക്ക് ഇതിൽ കാണുമ്പോ നല്ല ഓറഞ്ച് കളറാണ്. കൺമണി കുട്ടിക്കില്ലേ ചക്ക നല്ല ഇഷ്ടാട്ടാ. പഴുത്ത ചക്ക എപ്പോഴല്ല കൺമണി കുട്ടി നന്നായി കഴിക്കും. എന്റെ മോൾക്ക് ഫസ്റ്റ് തരാം. ഇനി നമ്മുടെ ഈ ചക്കയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് നോക്കിയേ. ഈ മടല് കണ്ണം കുറവാണ്. ഇത്രയും പൂവുള്ള ഇത്രയും ഭാഗം കണ്ട നമുക്ക് ചെത്തിയെടുക്കാം ചൊളയിട്ട്. നോക്കിയേ ഒരു ബ്ലേഡ് കാരണം മാത്രമാണ് നമ്മുടെ ഈ ചക്കയുടെ കളയേണ്ടതുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും. കൺമണി കുട്ടിക്ക് ചൊള മാത്രം തരാം. ഞാൻ ഈ ചവണിക്കും കഴിക്കൂട്ടാ. കാരണം ചവണിക്ക് പോലും മധുരണ്ട്. അങ്ങനെ ഞാൻ കളയാറേ ഇല്ല. ഇതൊരു പ്ലേറ്റ് എടുത്തിട്ട് കൺമണിയാ. എന്റെ മോൾക്ക് ഒരു ചക്കച്ചോള തന്നിട്ട് പോവാം. പ്ലേറ്റ് എടുക്കാൻ
ഞാനേ പ്ലേറ്റ് എടുക്കാന്ന് പറഞ്ഞതേ ഈ ചവണി നമുക്ക് തിന്നാൻ പറ്റും, മധുരാണല്ലോ. ഇനി മുത്തേ നല്ല ടേസ്റ്റ്, ഉറക്കെ പറഞ്ഞേ. നല്ല മധുര. ഞാൻ പിന്നാലെ എടുക്കട്ടെ കേട്ടാ ചവണിയുടെ. നാലുമണി കുട്ടിക്ക് പല്ലില്ലാത്ത കാരണേ ചിലപ്പോ ചവണി കൊടുത്താൽ ശരിയാവില്ല, നമുക്ക് കഴിക്കാലോ. ചോള പറക്കണേക്കാളും നല്ലത് എനിക്ക് തോന്നണത് ഇങ്ങനെ ചെത്തണതാ. കാരണം അത്രയും ഉണ്ടെന്ന് പറഞ്ഞോളൂ ഞാനേ. കണ്ട എനിക്ക് ഒരു ചോള എടുക്കണെങ്കി കണ്ട നൈസ് കാണായിരിക്കും, ബാക്കി ഒക്കെ നമുക്ക് തന്നെ എടുക്കാം. എന്റെ മോളുടെ കയ്യിൽ വെച്ച് തരാം. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും വിയറ്റ്നാമേരിൽ കാണിക്കുമ്പോ ചോദിക്കാറുണ്ട് ചേച്ചി ഇത് എവിടെ നിന്ന് മേടിച്ചതെന്ന്. നമ്മൾ 4 വർഷം മുന്നാണ് മേടിച്ചിട്ടുള്ളത്. അതായത് മണ്ണുത്തി കാർഷിക സർവകലാശാലയിലാണ് അന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അത് വെച്ചൊരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നല്ല ചക്കയാണ്. പിന്നെ വില എന്ന് പറയുന്നത് 250 രൂപയ്ക്കാണ് നമ്മൾ അന്ന് മേടിച്ചു വെച്ചത്. ഇന്നൊക്കെ നല്ല റേറ്റ് ആയിട്ടുണ്ട് കേട്ടാ. കാരണം ഈ ചക്ക ഇപ്പൊ എന്താ പറയാ ഭയങ്കര ഡിമാൻഡായി തുടങ്ങി ഈ പ്ലാവിന്. അങ്ങനെ അപ്പൊ ഞാനിതൊക്കെ പറിച്ച് ചായട്ടിനൊക്കെ കൊടുക്കട്ടെ. നമ്മുടെ ആദ്യം ഞാന് കുറച്ച് നമ്മുടെ ബക്കറ്റില് എല്ലുപൊടി, ചാണപ്പൊടി, അതേപോലെ വേപ്പിൻ പിണ്ണാക്കെ ഇട്ട് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതാദ്യം നമ്മുടെ വാഴകൾക്കൊക്കെ ഒന്നിട്ട് കൊടുക്കും കുറേശ്ശെ. അപ്പൊ നമ്മള് വാഴകൾക്ക് കുറേശ്ശെ ചാണകം ഇട്ടിട്ടായിരുന്നു, പച്ച ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ആയിട്ട് ഇത് ഇട്ടുകൊണ്ട് ഇട്ട് കൊടുക്കുന്നത് കട തൊടാണ്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുള്ളൂ. നമ്മളുണ്ടല്ലോ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കണതിന്റെ മെയിൻ കാരണല്ലേ നമ്മുടെ കീടങ്ങള് അവിടെ വരില്ല കേട്ടാ. കാരണം ആ ഒരു മണം അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ ഇത് വാഴമിക്കായാലും ഏത് പച്ചക്കറികൾമിക്കായാലും ആകർഷിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അതാണ് കേട്ടോ വേപ്പിൻ പിണ്ണാക്ക് കൂടുതൽ ഇട്ട് കൊടുക്കണേ. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിലേ കുറച്ച് പഴുത്ത മുളക് നിൽക്കുന്നുണ്ട്, അത് പൊട്ടിക്കുക. അതിന് ശേഷം കൂർക്കയും പിന്നെ കായക്കൊലയ്ക്ക് വെട്ടണുള്ളൂ കേട്ടാ. അത് മുളക് പൊട്ടിക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ മുളക് നമ്മുടെ മുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴുത്ത മുളക് മാത്രമാണ് പൊട്ടിച്ചെടുക്കുക. അതിനേക്കാളും മുന്നേ ഞാനൊരു കാര്യം കൂടി കാട്ടിത്തരാം. നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഒരു 9 തരം മുളകുകളുണ്ട്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, അത് ഏതൊക്കെയാന്നുള്ളത്. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ ഈ ഒരു കട എന്ന് പറയുന്നത് നോക്കിയാൽ ഇത് ഫുള്ള് 40 കടയാണ് ഈ ഒരു മുളക് തന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ മുളക് നോക്കിയാൽ ഒരു തല ഇങ്ങനെ ഒക്കെ അടിയിലേക്കാണ് ഉണ്ടായി എടുക്കുന്നത്. തണ്ടിങ്ങനെ അകത്തി പിടിച്ചാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. കണ്ട ഈ ഒരു ടൈപ്പ് മുളക്. പിന്നെ അടുത്ത ടൈപ്പ് മുളക് ഞാൻ കാട്ടിത്തരാം. ഇതൊക്കെ ഒരു ടൈപ്പിൽ പെട്ടതാട്ടാ. അടുത്ത മുളക് എന്ന് പറയുന്നത് ഇതാ ഇത്. ഈ മുളക് നോക്കിക്കേ, മുകളിലേക്കാണ് നിൽക്കണേ, ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കുത്താൻ നിൽക്കണ പോലത്തെ ഒരു ടൈപ്പിലുള്ള ഒരു മുളക്. ഇതും അതേപോലെ തന്നെ ഒത്തിരി കടകൾ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ. എന്താ എല്ലാ കടയിലും നന്നായിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. പിന്നത്തെ ഒരു തരം മുളക് എന്ന് പറയുന്നത് നോക്കിയേ, ഈ ഒരു ടൈപ്പ്. ഇത് കണ്ട, ഇത് നല്ല ഇത്തിരി വണ്ണം കൂടുതലും നല്ല നീളമുള്ള ഒരു ടൈപ്പാണ് ഈ ഒരു മുളക്. ഇതതെ ഓരോ കട നോക്കുകയല്ല കേട്ടാ, നന്നായിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാവണ ഒരു മുളക് തന്നെയാണ് ഇതൊക്കെ. ഇത് പ്രത്യേക നീള ഈ മുളകിന്.
ഇതും അതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മുളകിന്റെ വ്യത്യാസം അറിയണമെങ്കിലേ ഇപ്പൊ ഈ ഒരു ചെടിയുമ്പൊക്കെ നമുക്ക് നോക്കി അറിയാം കേട്ടാ. നോക്കിയേ, നല്ല പോലെ ഉണ്ടാവണം ഒരു മുളകുകള്. നമുക്ക് മുളകുകൾ അങ്ങനെ ഉണ്ടായി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഒരു 3 തരം മുളകാണ് കേട്ടോ നമ്മളിവിടെ കാട്ടി തന്നത്. ഇത് നിൽക്കുന്നത് ഫുള്ള് മുളക് ചെടികളാണ്. ഇനി നമുക്ക് അവിടെ കാട്ടിത്തരാം. പിന്നെ തേനാ ചീരമുളക്, ഇതാണ് കേട്ടോ നമ്മുടെ ബജ്ജി മുളക്. നോക്കിയേ, നന്നായിട്ടുണ്ടാവുന്നുണ്ട് ബജ്ജി മുളക് കഴിയാലും. നല്ല നീളമൊക്കെ ഉണ്ട് കേട്ടാ, നീളം വണ്ണൊക്കെ ഉണ്ട്. നല്ല മുളകുകളാണ് കേട്ടോ. ബജ്ജി മുളക്. പിന്നത്തെ നമ്മുടെ മുളകാണ് നമ്മുടെ ക്യാപ്സിക്കം. അത് കാട്ടിത്തരാം. അത് തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ക്യാപ്സിക്കം നോക്കിയേ, അതും ഇതേപോലെയാണ്. നമ്മള് 10-40 തൈ തന്നെയാണ് വെച്ചു കൊടുത്തത്. ക്യാപ്സിക്കത്തിന് വലിപ്പം നോക്കിയേ, കണ്ട. സാധാരണ കടയിൽ നിന്ന് പിടിക്കുന്ന അതേപോലെ തന്നെ നല്ല വലുപ്പത്തിൽ തന്നെ നോക്കിയ ക്യാപ്സിക്കം ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞൊരു ചെടിയാട്ടാ. നമ്മുടെ മുളക് ചെടിക്ക് താങ്ങാൻ പറ്റാത്ത പോലെയാണ്. ഇതേ വലുപ്പത്തിൽ തന്നെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നോക്കിയേ, ഇത് മിക്കയിലും കാണാം കുഞ്ഞു കുഞ്ഞീതുകള് പൂവൊക്കെ ആയിട്ട് നിറച്ച് നോക്കിയ എന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന മേലും. അതിന് 40 കടയമ്മി ഇതേപോലെ നമ്മള് എന്താ പറയാ, ഓരോ മുളക് തൈ വെക്കുമ്പോഴേ ഒരു കൃത്യ എണ്ണത്തിലാണ് വെക്കുക. മേടിക്കുമ്പോ 40 ഈ മുളക്, 40 ആ മുളക്, അങ്ങനെ അങ്ങനെ. അതുകൊണ്ടാണ് ഈ എണ്ണങ്ങൾ 40 തന്നെ വരുന്നത് കേട്ടോ. പിന്നെതാ പുതിയൊരു മോഡൽ മുളക് ഉണ്ടായി കാട്ടുകാരം. ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അത്. ഈ മുളകിന്റെ പേര് ഞാൻ മറന്നു. ഇതൊരു നല്ല വലിപ്പം വരും കേട്ടാ ഈ മുളക്. പുതിയതായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. 1-2 കടയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്താ അങ്ങനെ ഈ ഒരു മുളക്. അപ്പൊ അവിടെ 4 തരം കാട്ടി തന്നു, ഇവിടെ ഇപ്പൊ 2 തരം കാട്ടി തന്നു. ഇനി 2 തരം വേറെ കാട്ടിത്തരാം കേട്ടാ. പിന്നെ നമ്മുടെ നോക്കിയേ വെള്ളച്ചൂനി, കുഞ്ഞ് കടയമ്മയാ ഉണ്ടായി നോക്കുന്നത്. വെള്ളച്ചൂനി ശരിക്കും നമ്മുടെ വീട്ടിലത്തെ പറമ്പിലാണ് വെള്ളച്ചൂനി കൂടുതൽ ഉണ്ടായി നോക്കണേ. നമുക്കറിയാലോ, തത്തയ്ക്ക് വന്ന് നിന്നിട്ടുള്ളത് അത്രയധികം വെള്ളച്ചൂനി ഉണ്ടായിട്ടുണ്ട് കേട്ടാ. പിന്നെ അതും ഇതേപോലെ അവിടെ കുറെ നമ്മൾ കട വെച്ച് കൊടുത്തിട്ട് ഒരു തോട്ടം പോലെ നിർത്തി നോക്കണം നമ്മള്. അപ്പൊ നോക്കിയേ, ഇതാണ് കേട്ടോ നമ്മുടെ കാന്താരി മുളക്. അതായത് നമ്മൾ ചൂനിമുളക് എന്നൊക്കെ പറയും കേട്ടാ. നല്ല കുഞ്ഞീതായിരിക്കും ഇവര്, കാരണം ഭയങ്കര എരിവും കൂടുതലായിരിക്കും ഇവർക്ക്. അപ്പൊ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചീരയുടെ ഇടയിലൊക്കെ ആയിട്ട് നമ്മളിത് കാന്താരി മുളകാണ് ഇത് നട്ടിട്ടുള്ളത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 10-40 തൈകൾ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. എന്താ ഇവരൊക്കെ ഇനിയിപ്പോ ഈ ചീര കളിനോട് കൂടി ഇവരൊക്കെ നല്ല വളർച്ച വരും. ചെറുതിമേ ഇലൊക്കെ ഇതാ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കണ്ട. ഇനി നമുക്ക് ഒരു മുളകും കൂടി ഉണ്ട്, അത് ഏറ്റവും അറ്റത്താ നിൽക്കണേട്ട്. അതും കാട്ടിത്തരാം അയോട്ട. ഈ നിൽക്കുന്നത് മുഴുവൻ നമ്മുടെ മുളകും തൈകളാട്ടാ. അപ്പൊ ഈ ഒരു മുളക് നമ്മൾ അവിടെ കാട്ടി തന്നില്ലേ, അതേ സെയിം മുളകാട്ടത്. നല്ല വണ്ണത്തില് നീളത്തിലുള്ള മുളക് എന്ന് പറഞ്ഞതായിട്ടാണ് കേട്ടാ അത്. എന്താ അപ്പൊ ഞാൻ കാട്ടി തരുന്നത് ഈ മുളകല്ല. ഈ മുളകൊക്കെ നമ്മൾ അവിടെ കാട്ടി തന്നിട്ടുള്ളതാണ്. വേറൊരു തരം മുളക് എന്ന് പറഞ്ഞല്ലേ, അത് കാട്ടി തരാനായിട്ട് പോണത്. ഈ ഒരു തരം മുളക് കണ്ട കണ്ട ഇതൊക്കെ കണ്ട കൊല കുത്തിയാണ് ഉണ്ടാവുക. കണ്ട ഒരു കൊല്ലയുമ്പോ തന്നെ എത്ര എണ്ണം വെച്ചിട്ടാണ് പറയാ ഉണ്ടാവുക. ഇപ്പുറത്തേക്ക് നോക്കി നമുക്ക് മനസ്സിലാവും. ഈ മുളകിന്റെ പേര് ഉജ്ജലാണ് കേട്ടാ. ഇതൊക്കെ നോക്കി ഒരു കൊല്ലയുമ്പോ എത്ര എണ്ണാന്നുണ്ടായി നിൽക്കണേ. അങ്ങനെ ഓരോ കട നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ ഒരു കട നോക്കിയാൽ കയ്യിൽ നോക്കിയാ എല്ലാത്തിനും. അപ്പൊ ഇതും അതെ കേട്ടാ. നമ്മള് ഇതൊരു 40 ഇത് 60 തൈ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ മുളക്. അപ്പൊ ഇനിയിപ്പോ എന്നിട്ടാണെങ്കിൽ നമ്മുടെ പഴുത്ത മുളകുകൾ നിൽക്കണതുണ്ട് കുറച്ച്, അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം നമുക്ക്. പഴുത്ത മുളകുകൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നിർത്തി കഴിഞ്ഞാലേ അവർ നാശമായി പോകും. അത് മാത്രമല്ല സൂക്ഷിച്ച് പതുക്കെ പൊട്ടിക്കും വേണം. ധൃതി പിടിച്ച് പൊട്ടിക്കാനേ പറ്റില്ല. അങ്ങനെയുണ്ട്. അമ്മയ്ക്ക് അതിലത് ഇവിടെ വരുമ്പോ ഏറ്റവും ഇഷ്ടം മുളക് പൊട്ടിക്കാനായിരുന്നു. എന്റെ കൂടെ നിന്ന് ഞാനമ്മ ഇവിടെ എത്ര വട്ടം പോണേ ഉള്ളിൽ ഇങ്ങനെ മുളക് പൊട്ടിച്ചെടുത്തോണേ. നമ്മുടെ ഈ മുളകിന്റെക്ക് നീളം നോക്കിയേ, കണ്ടോ
ഇത്രയും നീളം ഇതൊരു പ്രത്യേക മുളക് അത്. അപ്പൊ ഇത്രയും പഴുത്ത മുളക് നമുക്ക് പൊട്ടിക്കാൻ കിട്ടിയിട്ടുള്ളൂ കേട്ടാ. ഇനി നമ്മുടെ കൂർക്ക പറിക്കാൻ പോവാം നമുക്ക്. ഇവിടെയൊക്കെ നമ്മള് കൂർക്ക നട്ടിട്ടുണ്ടായിരുന്നു. ഈ കൂർക്കയുടെ ഇടയിലൊക്കെ ഞാൻ പണ്ടായിരുന്നു കപ്പലണ്ടി നമ്മള് നട്ടിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് കുറെ കപ്പലണ്ടികൾ മുളച്ചിരുന്നു പറഞ്ഞില്ലേ, നോക്കിട്ട് കപ്പലണ്ടി ആയിട്ടാ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും നമ്മൾ ഉപയോഗിച്ചില്ല. കൊറേ കപ്പലണ്ടികൾ ഉണ്ടായിരുന്നു ഇതിന്റെ ഇടയിലൊക്കെ. അപ്പൊ കുറച്ചുകൂടി പറിച്ചെടുക്കട്ടെ, എന്തായാലും ഒരു കൊട്ട പറിച്ചെടുത്താൽ നമ്മള് പോവും. പൂവല്ല, നമുക്ക് കായ്ക്കൊലം വെട്ടാണ്ട്. ആദ്യം തന്നെ നമ്മളെ ഈ മുകളിൽ നിൽക്കുന്ന മണികൾ ആദ്യം പറിച്ചിരുന്ന ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും. നോക്കിയേ, അങ്ങനെ നന്നായി മണിയുണ്ട് നമുക്ക്. ഇതിന് ഉണങ്ങി ഇതിന്റെ തലകൾ, അതാണ് ഈ പറിക്കുമ്പോഴേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊഴിയ കണ്ട മണ്ണില്. പറിക്കേണ്ട സമയം കഴിഞ്ഞു തുടങ്ങിയേ. പക്ഷെ നമുക്ക് ഒരുമിച്ച് പറിച്ചിട്ട് കാര്യമില്ല, എന്നാലും നമ്മളിപ്പോ കൊറേ പറിച്ചു. ഇപ്പൊ ഒരു നല്ല മണികളും എന്താ. അപ്പൊ നോക്കിയാ നമ്മളിതാ എത്രയും കൂർക്കയായിട്ടോ ഞാൻ പറിച്ചെടുത്തത്. അപ്പൊ ഇനി നമുക്ക് കായ്ക്കൊല വെട്ടാനുണ്ടല്ലോ, അപ്പൊ ഞാൻ അത് വെട്ടാം. അപ്പൊ നമ്മുടെ അർബാനയിലെന്നെ കൊണ്ടുപോയിക്കുക, കാരണം കുറച്ച് കായ്ക്കൊല കൂടുതലുണ്ട് നമുക്ക്. അപ്പൊ ഞാൻ മുളക് പൊട്ടിച്ചപ്പോ മുളകിന് വേറൊരു പാത്രം എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അർബാനയിലെന്നെ വെച്ചിട്ട് എടുത്ത് ഇനി നമ്മുടെ കായ്ക്കൊല വെട്ടാം. കായ്ക്കൊല വെട്ടാൻ പക്ഷെ എനിക്ക് പറ്റില്ല കേട്ടോ, കുറച്ച് എണ്ണം കൂടുതലുണ്ട്. അപ്പൊ ഷായിട്ടാണെങ്കിൽ അവിടെ കുറച്ച് പണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കായ്കൊലകൾ കണ്ട ഒരു 5 കൊല ഉണ്ടായിരുന്നു ഇവിടെ. 5എണ്ണത്തില് ഒരെണ്ണം കിളികള് ഫുള്ള് തിന്നു, അണ്ണാനും കിളികളൊക്കെ ആയിട്ട്. അത് കാട്ടിയതാട്ടാ. പിന്നെ ഇത് ഒരെണ്ണം പകുതിയായി. ഇത് പകുതിയായിട്ടുള്ളത് ഫുള്ള് തിന്ന കൊലയാ കാട്ടിയതാട്ടാ. ചേട്ടാ ഒരാള് പിന്നെ അവസാനിച്ചു. കണ്ടാ, ഇത് ഫുള്ള് തിന്നു. അപ്പൊ നമ്മള് ഇവിടുന്ന് എന്ത് ആവായാലും നമ്മുടെ കിളികൾക്ക് ഇത് കൊടുക്കൂട്ടെ നമ്മള്. ഇപ്പൊ ഇതായത് ഒരു 5 കൊല ഇവിടെ തന്നെ നമുക്ക് വെട്ടാനുണ്ടല്ലോ ചേട്ടാ. 5 ഉണ്ട്. ഇപ്പൊ നമ്മള് 2 വെട്ടി പോകണല്ലോ, ഒന്നും കൂടി ആയിട്ട് മതി ഇത്. പിന്നെ അവിടെ ഉണ്ട് അപ്പുറത്തുള്ളത് അല്ലേ. ഇത് ഒരു ഇതും നല്ല കൊലയാ. ഇതൊക്കെ പൂവും കൊലകളാട്ടാ. അയ്യോ മേടിക്കാതിരിക്കും ചേട്ടാ. മേടിക്കില്ല. എന്ത് രസം കാണാൻ. നേരെ അറുപതിനെ കൊണ്ടേക്കല്ലേ, കറയൂട്ട കറ അല്ല 60 കൊണ്ടേക്കല്ലേ ചേട്ടാ. അപ്പുറത്തെ കൊട്ടല്ലേ അല്ലേ, ഇവിടുത്തെ അവിടെ നിന്നോട്ടെ. അവരത് ഇതിപ്പോ കഴിയും കിളികളെ. അണ്ണാമാരാണ് കണ്ട മനം തിന്നുപോയോ. അപ്പൊ ഒരു കൊലയും കൂടി അവിടെ ഇരുന്നോട്ടെ, നമുക്ക് അവിടത്തെ ഒരു കൊല കേട്ടാനി. പുളിയുറുമ്പ് ചേട്ടാ, നിറച്ചുറുമ്പ്. പക്ഷേ ഇതിന്റെ കായലേ അല്ല പഴായില്ല, ഭയങ്കര രസം. അത് ചെറിയ ഇതായി അതന്നെ നമുക്ക് തിന്നാൻ തോന്നും. പൂവൊക്കെ ഭയങ്കര തുടുത്തിട്ടല്ലേ ഇരിക്കുക. ഇത് നല്ലൊരു പാക. നമ്മുടെ കോഴികൾക്ക് ഉഷാറയില്ല ചേട്ടാ കുറച്ച് ദിവസം. ഇത് അപ്പൊ വെട്ടി കൊടുക്കാനി, കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് വെട്ടി കൊടുക്കാം. പിന്നൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, നാളെ മതി. പിന്നെ ഒരു കാര്യം, നമ്മുടെ മൂർഖന്റെ ഉറ കണ്ടത് കൂടിയാട്ടാ, പാമ്പിന്റെ. ഇങ്ങനെ നടന്നേ പാമ്പേ നമ്മളെ എപ്പോഴും കൂടെ വരണ കാരണം പാമ്പ് ശീലിച്ചു തോന്നുന്നുണ്ട്. നമ്മളെ കാണുമ്പോഴേക്കും ഒഴിഞ്ഞു മാറുണ്ടെന്ന് തോന്നണേ. നമ്മുടെ കൺമുന്നിലൊന്നും കാണില്ല കേട്ടാ അവരെ. നമ്മളെ 5 കൊല വെട്ടണമെന്ന് വിചാരിച്ചിട്ട് വന്നേ, പക്ഷെ 3 കൊല വെട്ടിയുള്ളൂ കേട്ടാ. അപ്പൊ അതില് ഈ ഒരു കൊല ഞാന് നമ്മുടെ വലിയേച്ചിക്ക് കൊടുക്കട്ടെ. ഈ ഒരു കൊല അതേപോലെ ഇന്ന് പറിച്ച ഈ കൂർക്കും കേട്ടാ, നമുക്ക് ആവശ്യമില്ല, നമുക്ക് വീട്ടിലിരിക്കുന്നുണ്ട്. പിന്നെ പറിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്.
അപ്പൊ ഞാൻ വലിച്ചു കൊണ്ട് കൊടുത്തു. കായക്കൊല വിചാരിച്ച പോലെയല്ല വെയിറ്റ് ഉണ്ട്. സെൻട്രൽ പിടിച്ചോക്കട്ടെ. ഇതാവുമ്പോ കുഴപ്പമില്ല, സീറ്റിംഗ് ഓക്കെയോ. വലിയേച്ചി വലിയേച്ചി നനയ്ക്കണല്ലോ ചേച്ചി. ചേച്ചിയാ ഇനി നമുക്കുണ്ടല്ലോ പാചകത്തിലേക്ക് പോണേക്കാളും മുന്നേ ഹായ് പറയാനും അതേപോലെ തന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാനുണ്ട് കേട്ടാ. കമലം എം, ഹായ് കമലേച്ചി. ബിന്ദു ജോസ്, ഹായ് ബിന്ദേച്ചി. മോളി ജോൺസന്റെ മകൻ സാൽവിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് ഡിസംബർ 13 വെള്ളിയാഴ്ച കേട്ടാ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ സാൽവിൻ. സെൽവി രാജ്, ഹായ് സെൽവി. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാട്ടാ. അയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ നമ്മുടെ ചിക്കനും കൂർക്കയായിട്ടാ വെക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ തീ കത്തിച്ച് നമ്മളിതാ ഒരു ചട്ടി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ഇവിടെ ചട്ടി ഇതാ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഈ വെളിച്ചെണ്ണയും ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു. അപ്പൊ നോക്കിയാൽ അത്യാവശ്യം വലുപ്പമുള്ള നല്ലോണം ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്തോണത്. അതിട്ട് കൊടുക്കാം കേട്ടാ. ഈ ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ടൊരു നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വരട്ടെ കേട്ടാ. ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് നോക്കിയേ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയി തുടങ്ങി. അതിലേക്ക് നമുക്കിതാ ഒരു തുടം വെളുത്തുള്ളിയാണ് കേട്ടോ നമ്മള് ചതച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഈ വെളുത്തുള്ളി ഒന്ന് നമുക്ക് ചെറിയൊരു കളറൊന്ന് മാറി വരുന്നവരൊന്ന് ആക്കി കൊടുക്കാം കേട്ടാ. വെളുത്തുള്ളി ഇട്ടതാ ചെറുതായിട്ടത് ഒരു കളർ ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഇതാ 3 പച്ചമുളക് ഇട്ടാ, 3 അല്ല 4 പച്ചമുളക് നടുകീറിയതാണ്. അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വരട്ടെ. പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇതാ ഒന്ന് നോക്കിയേ കണ്ടാ. പച്ചമുളകൊക്കെ ചെറുതായിട്ടൊരു നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടാ. കറിവേപ്പില ഇത്തിരി കൂടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടാ. കൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കൂടുതലല്ല, ഒരാവശ്യത്തിന് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. ഇനി നമുക്കിതാ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് ഇതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ മുളക് പൊടി നമ്മളിതാ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണേ. പിന്നെ നമുക്കതിലേക്ക് മല്ലിപ്പൊടി ഇട്ടാ 1, 2 പിന്നെ ഒരു അരയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതാ മഞ്ഞപ്പൊടി ഇട്ടാ 1/2 ടീസ്പൂണ്. ഈ പൊടികളിലത്തേക്ക് ഒരു പച്ചക്കുത്തുണ്ടല്ലോ അത് പോണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഇട്ടിട്ട് ആ പൊടികളുടെ ഒരു പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പൊടികൾ ഇടുമ്പോൾ എപ്പോഴും തീ കുറവിൽ തന്നെ വെച്ചോളട്ടെ, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിയും. അപ്പൊ ഇതാ ഈ ഒരു സമയത്ത് നമ്മളുണ്ടല്ലോ ഇതാ അത്യാവശ്യം വലുപ്പമുള്ള ഒരു 3 സവാളയാണ് ഇട്ടത്. കാരണം കുറച്ച് നുറുക്കിയതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടാ. നോക്കിയേ സബോളയൊക്കെ ഇട്ടിട്ട് നോക്കിയേ ഇതേപോലെ നമ്മൾ സബോള നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് കേട്ടാ ഇട്ട് കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മളുണ്ടല്ലോ ഇതാ ചിക്കൻ. ഈ ചിക്കൻ എന്ന് പറയുന്നത് 2 കിലോ ചിക്കനാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി കഴുകി വെള്ളമൊക്കെ വാറ്റി എടുത്തിട്ടുള്ളതാണ് കേട്ടാ. ഇത് തീ കുറവിലാണ് ഞാൻ ഇപ്പോഴും വെച്ചിട്ടുള്ളത്. ഈ മസാലയൊക്കെ ചിക്കൻ പിടിക്കണ പോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് തീ കുറച്ചിട്ട് ഞാനേ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ആ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചു കേട്ടാ. ഇനി ഇതാ മൂടി തുറന്ന് നമുക്കുണ്ടല്ലോ ഇതാ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കുണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടാ. അപ്പൊ നമുക്ക് ഇതിലെല്ലാം കൂർക്കും കൂടി വെന്ത് കിട്ടേണ്ടതാണ്. അപ്പൊ ഇതാ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ നമുക്ക് ഒഴിക്കണം കേട്ടാ. കാരണം ചിക്കനും വേണം, നമുക്ക് കൂർക്കും വെന്ത് കിട്ടണം. അപ്പൊ ഇതാ ചിക്കന്റെ ഒപ്പത്തിന് തന്നെ ഇനിയിപ്പോ ചിക്കൻ തിളയ്ക്കുമ്പോ ചിക്കനിലേക്ക് വെള്ളം വരും കുറച്ച്.
ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഉപ്പിട്ട് കൊടുക്കാം കേട്ടാ. ഉപ്പ് ഞാനിത് ഇപ്പൊ ഒരു ടീസ്പൂണും ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മളിതാ ചിക്കൻ ഒന്ന് മുങ്ങി കിടക്കേണ്ട രീതിയിലാണ് കണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ഈ ചിക്കൻ തിളച്ച് വരുമ്പോ ഒന്നും കൂടി വെള്ളം ആവൂട്ടാ. അപ്പൊ ഇങ്ങനെ തന്നെ നമുക്കിതാ ചിക്കൻ വേവണ്ട, ഒരു നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂർക്കി ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇതിനൊപ്പം തന്നെ നമുക്കൊരു മസാലയും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പൊ ഞാനിതാ തീ കത്തിച്ച് ചീനച്ചട്ടി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ചീനച്ചട്ടി ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നോക്കിയാൽ 1 ടീസ്പൂണ് നമ്മുടെ കുരുമുളക് കേട്ടാ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇതാ ചെറിയ കറുകപ്പട്ട ഒരു 3-4 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 3 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മളിതാ ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പൊ തീ കുറവിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കില്ല നമ്മള്. അപ്പൊ ഇതാ നമ്മുടെ ഇതൊന്ന് നമ്മൾ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജാറിലിട്ട് പൊടിച്ചെടുക്കണം കേട്ടാ. നല്ല തരുത്ത് എന്താ പറയാ, ചെറുതായിട്ടൊരു തരി നിൽക്കുമല്ലോ, ആ രീതിയിലാണ് നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത് കേട്ടാ. അപ്പൊ ഞാനിത് പൊടിച്ചെടുത്ത് കൊണ്ടിട്ട് ചൂടാറിയിട്ട് വേണം കേട്ടോ പൊടിക്കാനായിട്ട്. നമ്മളുണ്ടല്ലോ നോക്കിയേ, ഇതേപോലെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഒരു തരി ഉണ്ടാവും കേട്ടോ, ആ രീതിയിൽ കേട്ടാ. അതായത് പുട്ടുതരിയില്ലേ, ആ ഒരു തരി പോലെ കേട്ടാ. ഇനിയിപ്പോ ഇതാ നമ്മുടെ ചിക്കൻ നന്നായി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുണ്ടല്ലോ കൂർക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മുടെ കൂർക്ക എന്ന് പറയുന്നത് 1.5 കിലോ കൂർക്കയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോ കൂർക്ക വലിപ്പത്തിൽ നല്ല അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് നുറുക്കി നോക്കണ കണ്ട. അപ്പൊ അത് കാരണം നമ്മളിതാ ചിക്കൻ നന്നായി തിളച്ച് വന്നപ്പോ ഒപ്പം തന്നെ കൂർക്കും കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ. കൂർക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിതാ മുകളിൽ വെറുതെ ഇങ്ങനെ പരത്തിടുള്ളൂ, ഇളക്കൊന്നും ഇടില്ല. ഇങ്ങനെ ഇതാ പരത്തിയിട്ടിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മളുണ്ടല്ലോ കൂർക്കി ഇട്ടിട്ടാണല്ലോ മൂടി വെച്ചിട്ടുണ്ടായിരുന്നത്. നോക്കിയേ, ഇപ്പൊ നമ്മുടെ കൂർക്ക നോക്കിയിട്ട് ഒന്ന് വെന്തിട്ടുണ്ട് കണ്ട. ഇങ്ങനെ അമർത്തുമ്പോ കണ്ട പൊട്ടുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി മൂടി വെക്കണം കേട്ടോ. കാരണം നമ്മുടെ ചിക്കൻ ഒന്നും കൂടി വേവാനുണ്ട്, അതേപോലെ കൂർക്ക ഒന്നും കൂടി വേവാനുണ്ട്. അതുകൊണ്ട് പകുതിയോളം വെന്തിട്ടുള്ള കേട്ടോ കൂർക്ക മൂവ്. നമ്മളിങ്ങനെ അമർത്തിയപ്പോ പൊട്ടിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട്. അപ്പൊ ഇതാ ഒന്നും കൂടി ഇളക്കി കൊടുത്ത് നമുക്കിത് മൂടി വെക്കാം കേട്ടാ. മതി. ഇനി നമുക്കുണ്ടല്ലോ എന്താ മൂടി ഒന്ന് തുറന്നു നോക്കാം കേട്ടാ. അപ്പൊ നോക്കിയേ, നമ്മുടെ ചിക്കനും കൂർക്കും ഒക്കെ വെന്തിട്ടുണ്ട്. ഈ ഒരു എന്താ പറയാ, അധികം ചാറൊന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ചിക്കനും കൂർക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരട്ടിയെടുക്കലാണ് കേട്ടാ. ഈ സമയത്താണ് നമ്മള് പൊടിച്ച് വെച്ച് നമ്മുടെ മസാല ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് ഈ മസാലയ്ക്ക്. എന്നിട്ട് ഇതാ നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം കേട്ടാ. നമ്മുടെ ഈ മസാല എല്ലാത്തിനും നന്നായിട്ട് പിടിക്കേണ്ട പോലെ തന്നെ ഇളക്കി കൊടുക്കാം നമുക്ക്. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വെറുതെ 1 മിനിറ്റ് നേരം ഒന്നും കൂടി നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടാ. നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടാ. 1 മിനിറ്റ് നേരം അത്രയും മതി. നമ്മളുണ്ടല്ലോ 1 മിനിറ്റ് നേരം മൂടി വെച്ചല്ലോ. ഇനി നമുക്ക് തുറന്നു നോക്കാം. നോക്കിയേ, നമ്മുടെ എന്താ പറയാ ചിക്കൻ റോസ്റ്റ് എന്ന് പറയാട്ടാ. ചിക്കനും കൂർക്കും കൂടി ഉള്ളത് എണ്ണയ്ക്ക് ഇങ്ങനെ കണ്ട ഒരു വശത്തൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുണ്ടല്ലോ വെറുതെ കറിവേപ്പില ഇതിലേക്കൊന്ന് ഒരു 5-6 കതിരൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടാ. ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്കിതാ തീ ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. ഇനി കഴിക്കാനായിട്ട് എടുക്കണ നേരത്തുണ്ടല്ലോ ഒരു പ്രത്യേകം മണവും ടേസ്റ്റ് ഒക്കെ കൂടുതലായിട്ടാ. അപ്പൊ ഇനി ഞാൻ ടേസ്റ്റ് വേണ്ടി ഷാറ്റിന് വിളിച്ചിട്ട് വരാം. എങ്ങനെയുണ്ട് കറി നമ്മുടെ? അതെ, ഞങ്ങള് കൊറേ നാളായിട്ട് നോണില്ല. അപ്പൊ ഒന്ന് പോർക്കൊക്കെ കൊറേ നാളായി തുടങ്ങിയിട്ട് നമ്മള് മറ്റേ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാറ്. കാട്ടില്ലേ,
ഇത് നോട്ടെ. കൊറേ നാളായിട്ട് നോൺ കഴിക്കാത്തതിന്റെ ഒരു ഇതുണ്ടാവില്ല ഷേട്ട കഴിക്കുമ്പോ. അടിപൊളിയേട്ടാ, വാരി വലിച്ചടിക്കാം. കൂർക്ക കൂർക്കയുടെ ടൈം തുടങ്ങുമ്പോഴാണല്ലോ നമ്മള് കൂർക്കയും ചിക്കനും, കൂർക്കയും പോർക്ക്, കൂർക്കയും ബീഫ്, അങ്ങനെ കൂർക്കിട്ടുള്ള ഓരോ കറികൾ ഇങ്ങനെ പരീക്ഷിക്കുക. ചൂടാ ചൂട്, അടിപൊളിയല്ലേ? അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തോളാം. കൂർക്കയുടെ സമയത്ത് ഇതൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്ര അടിപൊളി കറീനെ കേട്ടാ. അത് നിർത്തല്ലേ? അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.